നമസ്കാരം. അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതും ഉണക്കമാങ്ങ അച്ചാറുമാണ്. ഇന്ന് പ്രത്യേക സ്പെഷ്യൽ. ചക്ക വെട്ടിപ്പറക്കി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കൈപ്പട്ടൂര് മുപ്പുടാതി ക്ഷേത്രത്തിലെ അമ്മൻകൊടാണ്. ഇന്ന് അവിടുത്തെ ആറാട്ടാണ്. കേരളത്തിലെ ഏക അമ്പലമാണ് മുപ്പുടാതി ദേവീക്ഷേത്രം. 3 മുഖമുള്ള ദേവിയാണ്. പാർവതി, ലക്ഷ്മി, സരസ്വതി, ഇങ്ങനെ 3 ദേവിമാരുടെ ഇതുള്ള അമ്പലം മുപ്പുടാതി മഹാക്ഷേത്രം ദേവീക്ഷേത്രം. അവിടുത്തെ അമ്മൻകൊടയാണ് ഇന്ന്. അപ്പം ഞങ്ങളിന്ന് മീൻ വാങ്ങിച്ചില്ല. മത്സ്യം ഒന്നും മാംസാദികളൊന്നും ഇന്ന് കൂട്ടത്തില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ചക്കയുടെ കൂടെ സ്പെഷ്യൽ ഞങ്ങൾ മീന് പകരം ഉണക്കമാങ്ങ അച്ചാർ എടുക്കുന്നത്. ഈ ദേവീക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഈ ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴണം. ഇതെടുത്ത് റെഡിയാക്കി വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് കാണാം. ചക്ക അരിഞ്ഞ് വെച്ചു. ഇനി നമുക്കത് ചക്ക വേവിക്കാൻ അടുപ്പിൽ വെക്കാം. അതിന് ചക്ക വരി അരിഞ്ഞിട്ട് നിറച്ച് വെക്കുക. ഒരു തേങ്ങ ഇതിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ കുറച്ച് അതിന് ചതയ്ക്കാനെടുക്കും, കുറച്ച് ഇതിനെ മേലിലിടും. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ചക്ക വേവിക്കുമ്പോൾ ചക്കയ്ക്ക് ഇതുപോലെ ചക്ക ആദ്യം അരിഞ്ഞ് വെച്ചു, അതിൻ്റെ മണ്ടേ തേങ്ങ ഇട്ടു, അങ്ങനെയാണ് ചക്ക വേവിക്കുന്നത്. ഒരു തേങ്ങയൊക്കെ എടുക്കും ഇത്രയും ചക്കയ്ക്കൊക്കെ. ആ ചക്കയുടെ ഇതനുസരിച്ച് തേങ്ങയും കൂട്ടിയെടുക്കും. തേങ്ങ വരിയിടുകയാണ്. ഇതിനിപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് കരിയാപ്പില, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. ചുവന്ന മുളക് പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. വലിയ എരിയില്ലാത്ത മുളകാണിത്. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ എരിയില്ലാത്ത 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ഇത്രയുമാണ് ചക്കയ്ക്ക് ചേർക്കാൻ എടുക്കുന്നത്. 1/2 സ്പൂൺ ഉപ്പ് ഇനി ചേർക്കുന്നുണ്ട്. ഇനി പോരായെങ്കിൽ പിന്നെ പകുതി വേവാകുമ്പം ഇളക്കുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം ഉപ്പ്. നല്ലപോലെ ഉണക്ക സമയം ആയതുകൊണ്ട് ചക്കയ്ക്ക് വെള്ളം പിടിച്ചതല്ല, അതുകൊണ്ട് വെള്ളം നല്ലപോലെ വേണം. ബഡ്ഡുപ്ലാവിലെ ചക്കയായിരുന്നു, അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയ ചക്ക, ഒത്തിരി വലിയ ചക്കയല്ല, കൊച്ചു ചക്കകളാണ്. ഇനി അടുപ്പിലോട്ട് വെക്കുവാണ്. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് ഇല അടച്ച് വേവാണ്. ഇല വെച്ചടയ്ക്കുകയാണ്. ഇല വെച്ചിങ്ങനെ അടച്ച് ആവി വന്ന് കഴിയുമ്പോൾ ഇത് മാറ്റിയെടുത്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മളൊക്കെ പണ്ടൊക്കെ ചക്ക വേവിക്കുന്നത്.
കൊണ്ടുവരാം. എടുത്ത് വെച്ചിരിക്കുന്ന പകുതി തേങ്ങയും ജീരകവും എല്ലാം കൂടെ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളി ജീരകവും ഈ പച്ചമുളകും കൂടെ 2-3 കണ്ട് കരിയാപ്പില ഇട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. അടുത്തത് ഉണക്കമാങ്ങ അച്ചാറാണ്. ഇത് മാങ്ങ ഉണങ്ങിയതായതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടിരിക്കുമായിരുന്നു. 1 മണിക്കൂർ വെള്ളത്തിലിട്ടിരുന്നു. എന്നാലേ അതൊന്ന് കുതിർന്ന് റെഡിയായി വരത്തുള്ളൂ. എന്നാലേ അതിനൊരു ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. മാങ്ങയുടെ ഒരു ടേസ്റ്റും ഒക്കെ വരണമെങ്കിൽ. ഇനി മാങ്ങ അച്ചാറുണ്ടാക്കുന്നത് കാണിക്കാം. എണ്ണ ഒഴിക്കുകയാണ്. ഇതിനകത്തിലോട്ട് ഒരു 10 വെളുത്തുള്ളി കുരുകുരാന്ന് അരിഞ്ഞത് അതിലാണ്. എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് മാങ്ങായ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിച്ച് വെക്കും. ഒത്തിരി എണ്ണ വേണ്ട, കുറച്ച്. ഇപ്പോൾ ചക്കയുടെ കൂടെ കഴിക്കാനും വേണ്ടി മാത്രമായിട്ടാണ് അച്ചാർ ഞാൻ എഴുതുന്നത്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. പക്ഷേ മാങ്ങ ഞങ്ങൾക്കൊന്നും ഇവിടെ ആയിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തത്. കടുക് ഇടുകയാണ്. 1 സ്പൂൺ കടുക് ഇട്ടു. അതുകൊണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് അതിനകത്തിലോട്ട് അതിനാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു ശകലം കായമിട്ട് കായം എടുത്ത് കിടന്ന് അരിഞ്ഞിറങ്ങിക്കോളും. എണ്ണയ്ക്കകത്തോട്ട് കരിവേപ്പില ഇട്ടു. കാശ്മീരി മുളക് പൊടിയാണ്, അത് 2 സ്പൂൺ ഇട്ട് ഇതിനകത്തോട്ട്. ഒത്തിരി എരി വേണ്ട, കുറച്ച് എരി മതി. അതുകൊണ്ട് 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഒരു ശകലം മഞ്ഞൾപ്പൊടി വെച്ച് വയ്ക്കുകയാണ്. മൂത്തിട്ടുണ്ട്. അതിനകത്തിലോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നല്ലപോലെ അതിനകത്തെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. മാങ്ങ കുതിർന്നെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ.
1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒത്തിരി വെള്ളം ചേർക്കണ്ട, വെള്ളമയം വേണ്ട. വെള്ളമയം ഇല്ലാതാണ് ഈ മാങ്ങ അച്ചാർ നല്ലത്, കൂട്ടാൻ ടേസ്റ്റ്. ചക്കയുടെ കൂടെ മീൻകറിയാണ് ഏറ്റവും നല്ലത് ചേരുന്നത്. പക്ഷെ നമ്മളത് ഇന്ന് ഈ അമ്പലത്തിൽ അമ്മൻകുട ഉത്സവം ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഉണക്കമാങ്ങ അച്ചാർ എടുക്കുന്നത്. മീനൊന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചക്കയ്ക്ക് ആവശ്യത്തിന് കടുമാങ്ങ അച്ചാർ, ഉണക്കമാങ്ങ അച്ചാർ റെഡിയായി. നോക്കാം നമുക്ക്. ചക്ക വെള്ളമൊക്കെ പറ്റി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി വേവാൻ ശകലം താമസം വരും. കാര്യം മഴയൊന്നുമല്ലല്ലോ, ഉണക്ക് സമയമില്ല ഇപ്പം. ചക്കയ്ക്ക് വെള്ളം പിടിച്ചിട്ടില്ല ഒട്ടും, അതുകൊണ്ട് ഇച്ചിരി മുറുക്കമുണ്ട് ചക്കയ്ക്ക്. അപ്പോൾ ഒന്ന് വെന്ത് വരുന്നതേ ഉള്ളൂ. ഒരാവിയുടെ വരട്ടെ. ആവിയുടെ വരുമ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് അരപ്പ് ചേർക്കാം. ചക്ക വെന്തു. ഇനി ഇതിനകത്തിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. മിക്സിയുടെ ജാറിലുള്ള അരപ്പുണ്ട്, അതങ്ങ് കഴുകിനകത്തിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇനി അത് വെന്തോട്ടെ, ഒന്നുകൂടെ ഒന്ന് വേവട്ടെ, അരപ്പൊന്ന് വേവട്ടെ. വെന്തിട്ട് നമുക്ക് ചക്ക ഒരാവിയുടെ വന്നിട്ട് ആവി വരുമ്പോൾ അരപ്പും വേവും നമ്മുടെ ചക്കയും റെഡിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക റെഡിയായി. ചക്ക വെന്തു. ഇനി അത് ഇളക്കട്ടെ നല്ലതുപോലെ. പണ്ടൊക്കെ തുടുപ്പിട്ടാണ് ഇളക്കുന്നത്. ഇത് ഞാൻ അല്ലാത്തൊരു തടി കൊണ്ടുള്ള തവിയിട്ടാണ് ഇളക്കുന്നത്. തുടുപ്പാണ് ഞങ്ങളൊക്കെ ചക്ക ഇളക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കരിയാപ്പിൻ്റെ തടി കഷ്ണമാണ്. തടി കഷ്ണം കട്ടിയുള്ള കരിയാപ്പിൻ്റെ ഇത് കിട്ടും. ചൂടും ഭാഗം കണ്ടിച്ചെടുക്കും. അത് വെച്ചാണ് നമ്മുടെ ചക്ക റെഡിയായി. ഇതിനകത്തോട്ട് ശകലം വാങ്ങി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കണം. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാൻ. എന്താ വേണമെങ്കിലും കൂട്ടി ഇതിൻ്റെ കൂടെ കഴിക്കാം. പുളിശ്ശേരി ഉണ്ടെങ്കിൽ പുളിശ്ശേരി കൂട്ടി കഴിക്കാം. എനിക്ക് പുളിശ്ശേരി ഇരിപ്പുണ്ട്, ഇനി ഞാൻ പുളിശ്ശേരി കൂട്ടി കഴിക്കും. അതിനാണ് ഉണക്കമാങ്ങ അച്ചാർ ഇട്ടിരിക്കുന്നത്. ആ മാങ്ങ അച്ചാറും കൂട്ടി ചക്ക കഴിക്കും. ഇനി നല്ല വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതങ്ങോട്ട് ഇതിനകത്തോട്ട് ശകലം ഒഴിച്ചങ്ങോട്ട് കൊടുക്കും. ഒന്നൊന്നര കടന്ന് വെളിച്ചെണ്ണ ഒഴിക്കും. ഇതങ്ങോട്ട് ഇളക്കി ചൂടോടെ വേണം ചക്ക കഴിക്കാൻ. തണുത്താൽ പിന്നെ കൊള്ളത്തില്ല, കഴിക്കാൻ അത്ര ടേസ്റ്റ് വരത്തില്ല. ഇളക്കി വെച്ച് ചൂടോടെ വേണം നമ്മൾ ചക്ക കഴിക്കാൻ. ഞാൻ ഇളക്കി. എല്ലാവരും കാന്താരിയാണ് ചക്കയ്ക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് കാന്താരി ഉപയോഗിക്കുന്നില്ല, പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ചക്കയ്ക്ക് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അതും വലിയ എരിയില്ലാത്ത എൻ്റെ അടുക്കളത്തോട്ടത്തിൽ തന്നെയുള്ള പച്ചമുളകാണ്. ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ആരും ചെയ്യുന്നില്ല, എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചക്കപ്പുഴുക്കും ഉണക്കമാങ്ങ അച്ചാറും റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ ഉണ്ട് ഇതെന്ന്.